ഹൈല് കൊണ്ടും നിഫാസ് കൊണ്ടും ആർത്തവം കൊണ്ടും പ്രസവരക്തം കൊണ്ടും അതുപോലെ തന്നെ ജനാബത്ത് വലിയ ശുദ്ധി കൊണ്ടും ഖുർആൻ പാരായണം ഹറാമാണ്. അത് അല്പമാണെങ്കിലും ഖുർആനാണെന്ന ഉദ്ദേശത്തോടു കൂടെ ഓതൽ ഹറാമാണ്. അതേ സ്ഥാനത്ത് ആ ഖുർആനിൽ വന്ന അദ്കാറുകൾ ദിക്റുകൾ ഭക്ഷണം കഴിക്കുമ്പോൾ അല്ലെങ്കിൽ വസ്ത്രമെടുക്കുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് ചൊല്ലൽ അത് ഒരു ദിക്റാണെന്ന നിലക്ക് ഓതാവുന്നതാണ്. ഇത് ഖുർആനാണെന്ന ഉദ്ദേശത്തോടെ പാടില്ല. അതുപോലെ തന്നെ വാഹനത്തിൽ കയറുമ്പോൾ സുബ്ഹാനല്ലദീ സഖറലനാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ എന്ന ആയത്ത് ഇതൊരു ദിക്റാണ്, വാഹനത്തിൽ കയറുമ്പോൾ ചൊല്ലുന്ന ദിക്റാണ് എന്ന ഉദ്ദേശത്തോടെ ചൊല്ലാവുന്നതാണ്. ഇതൊരു ഖുർആനായത്താണ് എന്ന ഉദ്ദേശത്തോടെ ചെല്ലാൻ പാടുള്ളതുമല്ല. ഇതാണ് ഇപ്പൊ ഖുർആന്റെ സ്ഥിതി. അതേ സ്ഥാനത്ത് ഖുർആൻ അല്ലാത്ത എല്ലാ അദ്കാറുകളും തസ്ബീഹുകളും തഹ്മീദുകളും സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ അതുപോലെ തന്നെ സ്വലാത്തുകളും ഹദ്ദാദുകളും അതുപോലെ തന്നെ മൗലിദുകളും ഇതെല്ലാം ഓതാവുന്നതാണ്. പാടില്ലാത്തത് ഖുർആനാണെന്ന ഉദ്ദേശത്തോടെ അല്പം പോലും ഒരു ഹർഫാണെങ്കിൽ പോലും ഓതാൻ പാടില്ല. അതിൽ നിന്ന് പാടുള്ളത് ഖുർആനിലെ അദ്കാറുകൾ, അത് പ്രത്യേകമായ ദിക്റുകളാണ്. ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി ചൊല്ലും പോലെ ആ ദിക്റാണ് എന്ന ഉദ്ദേശത്തോടെ ഓതാം, ഖുർആനാണെന്ന ഉദ്ദേശത്തോടെ പാടില്ല. ഇതാണ് ഇപ്പൊ അതിന്റെ ഹുക്മ്. അപ്പൊ ഇനി ഏതെല്ലാം പാടുണ്ട് ഏതെല്ലാം പാടില്ല എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. ഖുർആനാണെന്ന ഉദ്ദേശത്തോടെ പാടില്ല, ബാക്കിയുള്ളതെല്ലാം ആകാവുന്നതാണ്. അത് സ്വലാത്താവട്ടെ, ദിക്റാവട്ടെ, തസ്ബീഹാവട്ടെ, തഹ്മീദാവട്ടെ, മൗലിദാവട്ടെ അതെല്ലാം ചൊല്ലാവുന്നതാണ്. ഖുർആനാണെന്ന കരുത്തോടെ ഓതൽ ഹറാമാണ് അല്പമാണെങ്കിലും.